blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ചേർന്ന് ഈ എപ്പിസോഡ് സാധ്യമാക്കി തീർത്ത ഇതിൻ്റെ ഫിനാൻഷ്യൽ പാർട്ട്ണർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, ഇടക്കരയിൽ നിന്നുള്ള സുനിൽ മോൻ സണ്ണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് തൻ്റെ ബർത്ത്ഡേ ആണല്ലോ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ സുനിൽ മോൻ. അപ്പോൾ തന്നെ തൻ്റെ സഹോദരി ഷെറി ക്ലെമൻറ്റിൻ്റെ വെഡിങ് ആനിവേഴ്സറി നാളെയാണല്ലോ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഷെറി. കർത്താവെ, അങ്ങയുടെ നാമത്തിൽ ഇരുവരെയും അനുഗ്രഹിക്കുന്നു. സുനിൽ മോന് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന എനിക്കൊരു പെർമനൻറ്റ് ജോലി ലഭിക്കുവാനും തൻ്റെ ആത്മീയ വളർച്ചയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. ഷെറിയുടെ കുടുംബത്തെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കണമേ. കർത്താവെ, എല്ലാവരെയും ദൈവിക അനുഗ്രഹങ്ങളാൽ നിറയ്ക്കുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ചെന്നൈ ഡിസംബർ 9 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ബിഷപ്പ് മാണിക്യം ഹാൾ, ആർലീസ് റോഡ്, കിൽപോക്ക്, ചെന്നൈ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ബാംഗ്ലൂർ ഡിസംബർ 10 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സെയിന്റ് പാട്രിക് കമ്മ്യൂണിറ്റി ഹാൾ, 16K ബ്രിഗേഡ് റോഡ്, ബാംഗ്ലൂർ 560025. ബ്ലെസ്സിംഗ് ടുഡേ യുവജനങ്ങൾക്കായി ഒരുക്കുന്നു ദ ഹിസ്റ്ററി മേക്കേഴ്സ് റീജിയണൽ യൂത്ത് കോൺഫറൻസ് 2016. ഡിസംബർ 10 ശനിയാഴ്ച. ലയൺസ് ക്ലബ് ഹാൾ, രാമൻചിറ, തിരുവല്ല. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 3:30 വരെ. വർഷിപ്പ് സെഷൻസ്, ബൈബിൾ ക്ലാസസ്, ലീഡർഷിപ്പ് ട്രെയിനിങ്സ്, ഗെയിംസ് ആൻഡ് മോർ. For registration and more details, 8111 99 6001. To read Genesis chapter 32. ഇനിയിപ്പോൾ ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. And we will find how a tradition starts. എങ്ങനെയാണ് ഒരു പാരമ്പര്യത്തിന് തുടക്കമിടുന്നത് എന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. Genesis 32 verse number 24. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വചനം. And also verse number 32. അപ്പോൾ തന്നെ അതിന്റെ 32-ാമത്തെ വചനം കൂടെ. When the man saw that he could not overpower him, he touched the socket of Jacob's hip, so that his hip was wrenched as he wrestled with the man. Therefore, to this day, the Israelites do not eat the tendon attached to the socket of the hip, because the socket of Jacob's hip was touched near the tendon. അവനെ ജയിക്കയില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവന്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ലു പിടിക്കയിൽ യാക്കോബിന്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി. Have you read these verses before? ഇതിനു മുൻപ് നിങ്ങൾ ഇത് വായിച്ചിട്ടുണ്ടോ? This is a story of the patriarch Jacob. ഇത് നമ്മുടെ പിതാമഹനായിട്ടുള്ള യാക്കോബിന്റെ കഥയാണ്. And they were twins, Jacob and Esau. യാക്കോബും ഏശാവും ഇരട്ടകളായിരുന്നു. And you know, when in the boyhood days there was an agreement between them, actually the elder one, Esau, sold out his birthright to Jacob. അവരുടെ ബാല്യകാലത്തിൽ ഇവർ തമ്മിൽ ഒരു കരാറുണ്ടായിരുന്നു. ആ കരാർ അനുസരിച്ച് മൂത്തവനായിട്ടുള്ള ഏശാവിന് തൻ്റെ ജന്മാവകാശം, തൻ്റെ ജ്യേഷ്ഠാവകാശം തൻ്റെ ഇളയവനായിട്ടുള്ള അനിയവന് വിട്ടുകൊടുക്കേണ്ടതായി വന്നു. But after that they became so they became enemies, and finally Jacob had to flee away from his own home. അതിനുശേഷമായിട്ട് ഇവർ രണ്ടുപേരും വളരെ ബദ്ധ ശത്രുക്കളായി മാറി. അതിനെ തുടർന്ന് യാക്കോബിന് വീട് വിട്ട് ഓടിപ്പോകേണ്ടതായി വന്നു. And after that he had life threat. അതിനുശേഷം തന്റെ ജീവന് തന്നെ ഭീഷണിയുണ്ടായി. And when he was living like that, അങ്ങനെ അദ്ദേഹം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ there came a time he had to meet with his rival
enemy, his elder brother Esau. അതിനിടയിൽ തൻ്റെ മൂത്ത സഹോദരനായിട്ടുള്ള ഇപ്പോൾ തൻ്റെ ശത്രുവായിരിക്കുന്ന ഏശാവിനെ കണ്ടുമുട്ടുവാനുള്ള ഒരു അവസരം തൻ്റെ മുൻപിലായിട്ട് So വന്നു. the previous evening he started praying എന്നാൽ അതിന്റെ തലേ രാത്രിയിൽ അവൻ പ്രാർത്ഥനയിൽ ചിലവഴിച്ചു. because he didn't know what would happen. കാരണം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് തനിക്ക് അറിവില്ലായിരുന്നു. The whole night he prayed. മുഴു രാത്രിയും യാക്കോബ് പ്രാർത്ഥനയിൽ ചിലവഴിച്ചു. But that prayer was something like this. When he was praying, an angel appeared. ആ പ്രാർത്ഥന എങ്ങനെയായിരുന്നു? താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദൂതൻ തന്റെ മുൻപിൽ And പ്രത്യക്ഷനായി. he started wrestling with the angel. ഇപ്പോൾ യാക്കോബ് ആ ദൂതനുമായിട്ട് മല്ലു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. What was his prayer? His prayer was to get blessings from him. ഇപ്പോൾ യാക്കോബിന്റെ പ്രാർത്ഥന എന്താണ്? ദൈവത്തിൽ നിന്ന്, ദൂതനിൽ നിന്ന് ഒരു അനുഗ്രഹം കിട്ടണം എന്നുള്ളതാണ്. He prayed and prayed and prayed. അദ്ദേഹം അതിനുവേണ്ടി പ്രാർത്ഥിച്ചു He wrestled and wrestled and wrestled. അതിനുവേണ്ടി മല്ലു പിടിച്ചുകൊണ്ടേയിരുന്നു. But finally, the angel touched his hip. എന്നാൽ ഒടുവിൽ യാക്കോബിന്റെ തുടയുടെ തടത്തിൽ ഈ ദൂതൻ തൊട്ടു. And he started limping after that. ആ സമയം മുതൽ അദ്ദേഹത്തിന് ഒരു കാലിനൊരു ഉളുക്കുണ്ടായി തന്നെ നടക്കാൻ തുടങ്ങി. And the Israelites, his descendants, saw that. അപ്പോൾ അദ്ദേഹത്തിന്റെ പിൻഗാമികൾ ഇസ്രായേൽ മക്കൾ അത് കണ്ടു. So verse number 32 says, after that, because he is the popular, he is the father of that tribe, they do not eat the tendon attached to the socket of the hip. ഇപ്പോൾ 32-ാമത്തെ വചനത്തിൽ അവൻ യാക്കോബിന്റെ തുടയുടെ തടത്തിലെ ഞരമ്പ് തൊടുക കൊണ്ട് ഇസ്രായേൽ മക്കൾ ഇന്നുവരെയും തുടയുടെ തടത്തിലെ ഞരമ്പ് തിന്നാറില്ല. They started a new tradition. അവരവിടെ ഒരു പുതിയ പാരമ്പര്യം തുടങ്ങി. That was not a command from the Lord. അത് കർത്താവിൽ നിന്നുള്ള ഒരു കൽപ്പനയായിരുന്നില്ല. This is not written in the law. ഇത് ബൈബിളിൽ നിയമകൽപ്പനകളുടെ കൂട്ടത്തിൽ എഴുതിയിട്ടില്ല. This is not mentioned in the book of Levi. ഇത് ലേവ്യ പുസ്തകത്തിൽ അത് എഴുതി ചേർക്കപ്പെട്ടിട്ടില്ല. There is no instruction like that. അത്തരത്തിലുള്ളൊരു നിർദ്ദേശം അവിടെ നൽകപ്പെട്ടിട്ടില്ല. They initiated a practice. എന്നാൽ ഇസ്രായേൽ മക്കൾ തന്നെ യാക്കോബിന്റെ പേരിൽ അവര് തന്നെ മുൻസ്ഥാനം എടുത്ത ഒരു പാരമ്പര്യം അങ്ങ് So തുടങ്ങി. whatever animal or bird or fish, whatever they eat, they will never eat the tendon attached to the hip joint. അതുകൊണ്ട് ഏത് മൃഗമാകട്ടെ പക്ഷിയാകട്ടെ ഏത് വസ്തുവിന്റെയും മാംസം അവർ ഭക്ഷിക്കുമ്പോൾ തുടയുടെ തടത്തിലെ ആ ഞരമ്പിന്റെ ഭാഗം അവർ എടുക്കാറില്ല. So in this way we can see thousands and thousands of traditions happening all around us. ഇത്തരത്തിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പാരമ്പര്യങ്ങൾ ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കും നമുക്ക് കാണാൻ സാധിക്കും. Some are good and meaningful. ചില പാരമ്പര്യങ്ങൾ എന്നുള്ളത് നല്ലതാണ്, അതിനർത്ഥവുമുണ്ട്. There is a message in it. അതിനകത്ത് ചില സന്ദേശങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. But some traditions are so dangerous. എന്നാൽ ചില പാരമ്പര്യങ്ങളാകട്ടെ വളരെ അപകടകാരികളാണ്. How many of you have heard about a great Indian mathematician named Ramanujan? രാമാനുജൻ എന്ന പേരിലുള്ള ഒരു ഇന്ത്യയിലെ ശക്തനായൊരു ഗണിതശാസ്ത്രജ്ഞനെ കുറിച്ച് നിങ്ങളിൽ എത്ര പേർക്ക് അറിവുണ്ട്? He is a man from Tamil Nadu. അദ്ദേഹം തമിഴ്നാട് എന്ന് പറയുന്ന ദേശത്ത് Tamil Brahmin. അദ്ദേഹം ഒരു തമിഴ് ബ്രാഹ്മണനായിട്ടുള്ള വ്യക്തിയാണ്. Even in his boyhood days he was so talented in doing mathematical sums. അദ്ദേഹത്തിന്റെ ബാല്യകാലത്ത് പോലും കണക്കുകളുടെ ക്രിയകളിൽ അദ്ദേഹം വളരെ താലന്തുള്ള ഒരു വ്യക്തിയായിരുന്നു. But he was from a poor family. എന്നാൽ അദ്ദേഹം ഒരു പാവപ്പെട്ട They could not give him a very good education in the university. അദ്ദേഹത്തിന് യൂണിവേഴ്സിറ്റി നല്ലൊരു വിദ്യാഭ്യാസം എടുക്കാൻ സാധിച്ചില്ല. But somehow his talent was recognized internationally. എന്നാൽ എങ്ങനെയോ അദ്ദേഹത്തിന്റെ താലന്തുകൾ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. There came an offer from England so that he could go to England and do his research and his study. അങ്ങനെ ഇംഗ്ലണ്ടിൽ നിന്ന് അവിടെ റിസർച്ച് നടത്താൻ ഗവേഷണം നടത്തുവാനുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു ഓഫർ ലെറ്റർ തനിക്ക് വന്നു. But the problem was, according to his tradition, he could not cross the sea. എന്നാൽ പ്രശ്നം ഇതായിരുന്നു, തൻ്റെ പാരമ്പര്യം അനുസരിച്ച് അതിനകത്ത് വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് കടൽ കടന്നു പോകുവാനുള്ള പ്രമാണമില്ലായിരുന്നു. None in his family, in his race was allowed to cross any sea. It was banned. ആ കാലഘട്ടത്തിൽ കടൽ അല്ലെങ്കിൽ സമുദ്രത്തെ കടന്നു പോകുവാൻ ആരും ആ കുടുംബത്തിൽ അതുവരെ ചെയ്തില്ല. അത് ചെയ്യുക എന്നുള്ളത് നിഷിദ്ധമായ ഒരു കാര്യമായിരുന്നു. And he was not willing to travel.
അത് മാത്രമല്ല അദ്ദേഹം അതുകൊണ്ട് His യാത്ര ചെയ്തു. parents did not allow that. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ അദ്ദേഹത്തെ അനുവദിച്ചില്ല. So many years passed by. ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞുപോയി. Finally, he decided one thing. എന്നാൽ ഒടുവിൽ അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചു. Against his tradition, he decided to cross the sea. തന്റെ പാരമ്പര്യങ്ങളെ തകർത്തുകൊണ്ട് അതിനെതിരെ നിന്നുകൊണ്ട് ആ സമുദ്രത്തെ താണ്ടി അടുത്ത രാജ്യത്തേക്ക് പോകുവാൻ അദ്ദേഹം തീരുമാനിച്ചു. He got into a ship and sailed all the way from India to England. അദ്ദേഹം ഒരു കപ്പൽ കയറി ഇവിടെ നിന്ന് അടുത്ത ഇംഗ്ലണ്ട് വരേക്കും താൻ യാത്ര തിരിച്ചു. And in England he got very good mentors and very good instructors. അവിടെ ഇംഗ്ലണ്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെ നല്ല നിർദ്ദേശങ്ങൾ നൽകുന്ന നല്ല അധ്യാപകരെയും മെന്റേഴ്സിനെയും തനിക്ക് ലഭിച്ചു. And from that time he rose to an international acclaim. ആ നിമിഷം മുതൽ അദ്ദേഹം അന്തർദേശീയ തലത്തിലെ ശക്തനായ ഒരു വ്യക്തിയായി ഉയർന്നു. Only because he had the guts to break traditional barriers. ഓർക്കുക, പാരമ്പര്യമായിട്ടുള്ള ആ തടസ്സങ്ങളെ തകർക്കുവാൻ അദ്ദേഹം തീരുമാനിച്ച അപ്പോൾ മുതലാണ് തനിക്കത് സാധ്യമായി തീർന്നത്. Do you understand what I'm saying? ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? In the same way, if you want to achieve anything in your life, you have to break some of the traditions. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നേടിയെടുക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ചില പാരമ്പര്യ തടസ്സങ്ങളെ നിങ്ങൾ തകർത്തേ തീരൂ. At the same time, one thing we have to understand, അപ്പോൾ തന്നെ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. behind some traditions there are some strongholds of evil spirits. ചില പാരമ്പര്യങ്ങളുടെ പുറകിൽ സാത്താന്റെ ചില ശക്തി കേന്ദ്രങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. Some of the traditions make us blind and they take us away from God. ചില പാരമ്പര്യങ്ങൾ നമ്മെ അന്ധന്മാരാക്കി ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റി കൊണ്ടുപോകുന്നവയാണ്. So we need to decide and we need to discern what to follow and what not to follow. അതുകൊണ്ട് ഏതിനെയാണ് നാം അനുഗമിക്കേണ്ടത്, ഏതിനെ അനുഗമിക്കരുത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ തീരുമാനവും വ്യക്തമായ അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കണം. Listen to this. ദയവായി ശ്രദ്ധിക്കാമോ? Some traditions even can block your way to eternal life. ചില പാരമ്പര്യങ്ങൾക്ക് നിങ്ങളുടെ നിത്യജീവനിലേക്കുള്ള തടസ്സങ്ങളായി മാറാൻ സാധിക്കും. Before I speak anything else to you, I just want to congratulate and appreciate everyone who is worshiping in all blessing centers, because you have already broken the barriers of tradition. That's why you are sitting here. ഞാൻ ഇവിടെ അടുത്ത സന്ദേശത്തിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഓരോ ബ്ലെസ്സിംഗ് സെന്ററിലും ഇരുന്ന് ആരാധിക്കുന്ന ഓരോ വിശ്വാസികളെ പ്രത്യേകമായി അനുമോദിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങളുടേതായ പാരമ്പര്യങ്ങളിൽ നിന്ന് പുറത്തു വരുവാനുള്ള ചങ്കൂറ്റം നിങ്ങൾ കാണിച്ചത് കൊണ്ട് ഞാൻ നിങ്ങളെ പ്രത്യേകമായി അനുമോദിക്കുകയാണ്. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Continue like that. അതിൽ തന്നെ തുടരുക. But remember this, as long as a tradition is not preventing you from obeying the word, that's okay. ദൈവവചനം അനുസരിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയാത്തിടത്തോളം സമയം നല്ല പാരമ്പര്യങ്ങളുണ്ടെങ്കിൽ അത് നല്ലത് തന്നെയാണ്. But the moment the tradition tries to nullify the commandment of God, Jesus comes to the scene. എന്നാൽ ഈ ദൈവത്തിൻ്റെ കൽപ്പനകളുടെ ശക്തിയെ കുറയ്ക്കുന്ന, അതിനെ ഇല്ലായ്മ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പാരമ്പര്യമുണ്ടെങ്കിൽ യേശു കർത്താവ് ആ സീനിലെത്തും. ഹലോ Matthew chapter 15. മത്തായിയുടെ സുവിശേഷം 15 verse 2 and 6. അതിന്റെ 2-6. Why do your disciples transgress the tradition of the elders? For they do not wash their hands when they eat bread. രണ്ടാമത്തെ വചനം, നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം ലംഘിക്കുന്നത് എന്ത്? അവർ ഭക്ഷിക്കുമ്പോൾ കൈ കഴുകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. See, the Pharisees and other teachers of the law, they are coming and questioning our Lord. ഇവിടെ നോക്കൂ, പരീശന്മാരും അതുപോലെ തന്നെ ചില തത്വചിന്തകന്മാരും വന്നിട്ട്, ന്യായപ്രമാണ ശാസ്ത്രിമാരും വന്നിട്ട് ഇവിടെ ആ ദൈവിക കൽപ്പനയുടെ പേരിൽ ഇപ്പോൾ യേശുവിനെ ചോദ്യം ചെയ്യുകയാണ്. Why do your disciples transgress the tradition of the elders? ഇവിടെ യേശുവിനോട് ചോദിക്കും, എന്തുകൊണ്ട് നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ ഈ പാരമ്പര്യത്തെ ലംഘിക്കുന്നത്? So they were not saying him, they were not telling him, why do you disciples violate the commandment of
Moses. എന്നാൽ അവരൊരിക്കലും മോശയുടെ കൽപ്പന എന്തുകൊണ്ടാണ് നിന്റെ ശിഷ്യന്മാർ ലംഘിക്കുന്നത് എന്നല്ല ചോദിച്ചത്. They were asking why they transgress the tradition of the elders. പകരം അവർ ചോദിച്ചു നോക്കിയേ, പൂർവന്മാരുടെ സമ്പ്രദായം പാരമ്പര്യത്തെ എന്തുകൊണ്ടാണ് നിന്റെ ശിഷ്യന്മാർ ലംഘിക്കുന്നത്? UAE ഡെലിവറൻസ് ക്ലിനിക്. നല്ല വ്യക്തികളിൽ നിന്ന് നല്ല സമൂഹങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഒരു നല്ല സമൂഹത്തിൽ നിന്നാണ് നല്ല രാഷ്ട്രങ്ങളും ജനതകളും ഉളവാകുന്നത്. ഒരു നല്ല വ്യക്തിയായി തീരുവാൻ നമുക്കാവശ്യമായത് ഒരു മാറ്റമാണ്. കഴിഞ്ഞകാല ജീവിതത്തിലെ പ്രശ്നങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും ഇരുളടഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് പ്രത്യാശയുടെയും വിടുതലിന്റെയും പ്രകാശമാനമായ ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള ആ മാറ്റത്തിനായി ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു UAE ഡെലിവറൻസ് ക്ലിനിക് 2016. നവംബർ 28 മുതൽ ഡിസംബർ 1 വരെ 4 ദിവസങ്ങളിലായി. സ്പൈസി ലാൻഡ് റെസ്റ്റോറന്റ്, അബു ഷഗാര, ഷാർജ. സമയം വൈകിട്ട് 7 മുതൽ 10 വരെ. രജിസ്ട്രേഷനും മറ്റു വിവരങ്ങൾക്കുമായി വിളിക്കുക 05574155618 0509673 ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ഡിസംബർ 2 വെള്ളിയാഴ്ച പ്രത്യേക ആരാധന വൈകിട്ട് 5 മുതൽ 7 വരെ അൽനാദ. വൈകിട്ട് 7:30 മുതൽ 9:30 വരെ വോയിസ് ഇന്റർനാഷണൽ മെയിൻ ഹാൾ, ജിജികോ മെട്രോ സ്റ്റേഷന് സമീപം, അൽ ഖരൂദ്, ദുബായ്. ഈ സഹോദരിയുടെ മകന് കഴിഞ്ഞ മെയ് മാസത്തിൽ മഞ്ഞപ്പിത്തം പിടിപെട്ടു. മഞ്ഞപ്പിത്തം ഇവർ അറിയുവാൻ കുറച്ച് വൈകിപ്പോയി. ശരിക്കും പറഞ്ഞാൽ മഞ്ഞപ്പിത്തം കുറച്ച് കൂടിയ അളവിലായിപ്പോയി. മഞ്ഞപ്പിത്തം 2 തരത്തിലാണ് സാധാരണ വരാറ്. ഒന്ന്, ചിലപ്പോൾ മഞ്ഞപ്പിത്തം ബ്ലഡിൽ കലരാറില്ല. പക്ഷേ ഈ മകന് സംഭവിച്ചത് 2 തരത്തിലുള്ള മഞ്ഞപ്പിത്തവും ഈ മകനുണ്ടായിരുന്നു. രക്തത്തിൽ അത് കലർന്നു. രക്തത്തിൽ അത് കലർന്നു. അതുകൊണ്ട് തന്നെ ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഇത്രയും നാൾ നിങ്ങളിത് വെച്ചുകൊണ്ടിരുന്നത് എന്തിനാണ്? ഇവന് കൂടിപ്പോയി. അതിൻ്റെ അളവ് 18 സാധാരണ ഒരു 10ൻ്റെ മുകളിൽ കയറിയാൽ തന്നെ അത് ഒരു ക്രിട്ടിക്കലാണ്. ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം. പക്ഷേ ഈ മകന് 18. ഇവൻ എന്തിനാണ് ഇത്രയും നാളിങ്ങനെ വെച്ചുകൊണ്ടിരുന്നത്? ഇത് കൂടിപ്പോയല്ലോ എന്ന് പറഞ്ഞു. വേഗം തന്നെ മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് ഇവരെ റെഫർ ചെയ്തു. അതിന് മുൻപായി തന്നെ ഈ ആൻറ്റി പറയുന്നത് ഇങ്ങനെയാണ്, നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ പ്രെയർ കോൾ സെൻറ്ററിലോട്ട് താൻ അവിടെ നിന്നുകൊണ്ട് തന്നെ തൻ്റെ മകന് വേണ്ടി ഫോൺ വിളിച്ചു. അന്ന് അവിടെ കോൾ അറ്റൻഡ് ചെയ്തവർ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, മകന് വേണ്ടി ശക്തിയോടുകൂടി പ്രാർത്ഥിച്ചു. ഈ അമ്മ പറയുക, ഓരോ ദിവസവും താൻ ഇതുപോലെ പ്രെയർ കോൾ സെൻറ്ററിൽ വിളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ വിളിച്ച് അമ്മ ഒരാഴ്ചയ്ക്ക് ശേഷം ഈ മകൻ്റെ ബ്ലഡിലെ മഞ്ഞപ്പിത്തത്തിൻ്റെ അളവ് കാര്യങ്ങൾ അറിയുവാൻ വേണ്ടി ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അറിയുന്നത് 18 എന്നതിൽ നിന്ന് താഴ്ന്ന് അത് 5 ആയി. അത്രയും താഴ്ന്നു. 5 ആയി. ഈ അമ്മ പറയുക, മരണത്തിലോട്ട് പോയിക്കൊണ്ടിരുന്ന എൻ്റെ മകനെ യേശു കർത്താവ് പ്രാർത്ഥനയിലൂടെ വിടുവിച്ചു. ഇന്ന് തൻ്റെ കൂടെ ജീവനോടെ നിർത്തിയത് യേശുവിൻ്റെ പ്രവൃത്തി ഒന്ന് മാത്രമാണ്. ഈ പറഞ്ഞ കഥയെല്ലാം ശരിയാണോ അമ്മ? ശരിയാണ്. ഓക്കെ. അപ്പോൾ ഈ ഡോക്ടേഴ്സ് പറഞ്ഞതനുസരിച്ചും സിറ്റുവേഷൻ അനുസരിച്ചും മോൻ നഷ്ടപ്പെട്ടു പോകാവുന്ന അത്രയും സിറ്റുവേഷനിൽ എത്തിയിരുന്നു. ഡോക്ടർ പറഞ്ഞ് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി റെസ്റ്റ് എടുത്താൽ മതി, പിന്നെ എങ്ങും പോവണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ വിളിച്ചാൽ വിളി കേൾക്കുമെന്ന് വിളിച്ച് ഞാൻ അപ്പോഴവിടെ നിന്ന് തന്നെ കോൾ സെൻറ്ററിൽ വിളിച്ചു. അവർ പ്രാർത്ഥിച്ചു, മോനെ കൊണ്ട് വന്നു. പിന്നെ പിറ്റേ ദിവസം എനിക്ക് പണിക്ക് പോയെങ്കിലേ ഇവന് ആഹാരം കൊടുക്കാൻ പറ്റും. ഞങ്ങൾ അടുത്തുള്ള പിള്ളേരെ ഏൽപ്പിച്ചിട്ട് പണിക്ക് പോകും, പഴങ്ങളൊക്കെ കൊടുക്കണമല്ലോ. അങ്ങനെ പോയി ഓരോ ദിവസം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ 18 കിടന്ന് 5 ആയി. അപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യുകയാണോ ചെയ്ത്? വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. മോൻ എന്നോട് പറഞ്ഞു, അമ്മ ഞാൻ മരിച്ചു പോകുമായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്നോട് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. മോന്റെ അന്നത്തെ അവസ്ഥ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞ് 18 10 മേളിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കാണില്ല എന്ന് പറഞ്ഞു. അപ്പം അമ്മയോടത് പറയാൻ പറ്റത്തില്ല. അപ്പം വെളിയിൽ ഇറങ്ങിയിട്ട് ഞാൻ അമ്മയോട് സംസാരിച്ചു, അമ്മ ഇന്നതുപോലെ സംഭവം എന്ന് പറഞ്ഞു. അപ്പോഴും എൻ്റെ നോട്ടം മൊത്തം അവിടെ കിടക്കുന്ന ആംബുലൻസിനകത്താണ്. സംഭവം ഏതാണ്ട് തീരാറായി എന്നുള്ളതിലായിരുന്നത്. ആ സമയത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത് ആംബുലൻസിലോട്ടാണ്. ഇനി കയറാനുള്ള വണ്ടി അതാണ് എന്നാണ് ആ സമയത്ത് ചിന്തിക്കുന്നത്. അപ്പോഴും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, എന്തായാലും ദൈവം കൈവിടത്തില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു.
അങ്ങനെ നേരെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഏതാണ്ട് കൂടി. ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് വരെ മഞ്ഞ കളറാണ്. My God. എനിക്ക് അതുപോലെ ഇതായി. ഇട്ടിരുന്ന വീട്ടിലെത്തിയപ്പോൾ കുളിച്ച് കഴിഞ്ഞാൽ ബാത്റൂമിൽ കയറി കുളിച്ച് വെളിയിലോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേനും ഇരിക്കുന്ന ഡ്രസ്സ് എന്താണോ അത് ഫുള്ള് മഞ്ഞയാണ്. അതുപോലായി. അപ്പോൾ എനിക്ക് വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ മോന് കുറഞ്ഞു വന്ന് ഇപ്പോൾ അവൻ എൻ്റെ കൂടെ ഇവിടെ വന്ന് അന്ന് ഞാൻ പറഞ്ഞു ഞാൻ എവിടെ നടന്നാലും എവിടെ ആയാലും വന്ന് മോനെ കൊണ്ടുവന്ന് സാക്ഷ്യം പറഞ്ഞോളാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 2015 ഫെബ്രുവരി 27 എൻ്റെ മോള് കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ മാസം തികയാതെ ഒരു മോനെ പ്രസവിച്ചു. അത് 1.25 കിലോയേ ഉള്ളായിരുന്നു. അപ്പോഴവനെയും കിട്ടത്തില്ല, എൻ്റെ മോളെയും കിട്ടത്തില്ലെന്ന് പറഞ്ഞു. ആ പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ വാതിലിൽ നിന്ന് ഞാൻ കോൾ സെൻറ്ററിൽ വിളിച്ച് പ്രാർത്ഥിച്ചു എൻ്റെ മോക്ക് വേണ്ടി. അപ്പോഴും അവനെ ICU-നകത്താക്കി. ICU-ൽ കിടന്നുകൊണ്ട് സമയത്ത് അവന് ഇനി ഇൻഫെക്ഷൻ ഉണ്ടായി ബ്ലഡിനകത്ത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു മോന് തലച്ചോറിനകത്തോട്ടൊക്കെ ആകും, കിട്ടാൻ സാധ്യതയില്ല, പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് കോൾ സെൻറ്ററിൽ വിളിച്ച് പ്രാർത്ഥിച്ച് എന്നും പ്രാർത്ഥിക്കും. ഞാൻ മോളോട് പറഞ്ഞില്ല. മോള് ICU-ല, മോനെ ICU-ൽ. ആ പിറ്റേ ദിവസം ബ്ലഡ് റിസൾട്ട് വന്നപ്പം അവന് കുഴപ്പമൊന്നുമില്ല, തലച്ചോറിനൊന്നും ഒരു പ്രശ്നമില്ല. ഇപ്പോൾ അവൻ മിടുക്കനായി, 2 വയസ്സാകാറായി. കൈകളൊന്നുകൂടെ അടിച്ച് യേശുവിന് നന്ദി പറയാം. കൈകൾ രണ്ടും ഉയർത്താം. കർത്താവേ, ഈ 2 സാക്ഷ്യങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. എന്നാൽ ഈ കരങ്ങൾ ഉയർത്തിയിരിക്കുന്നവർ, ഈ സാക്ഷ്യം ലോകത്തിൽ എവിടെ ഇരുന്ന് കാണുന്നവരിലും യേശുവിൻ്റെ രോഗസൗഖ്യത്തിൻ്റെ ശക്തി, അത്ഭുതം പ്രവർത്തിക്കുന്ന ശക്തി ഇപ്പോൾ തന്നെ പ്രവർത്തിക്കട്ടെ. ഫാദർ, ഇൻ യുവർ നെയിം ഐ റിലീസ് മിറക്കിൾസ്. ഏതൊരു സിറ്റുവേഷനും, രോഗമാകട്ടെ, മറ്റൊരു മരണകരമായ സിറ്റുവേഷൻ ആകട്ടെ, അപകടകരമായ സിറ്റുവേഷൻ ആകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ടാകട്ടെ. ഇൻ ജീസസ് നെയിം. എല്ലാവരും ചേർന്ന് ആമേൻ പറയാം. യേശുവിന്റെ കാൽപാദം പതിഞ്ഞ മണ്ണിലൂടെ നടക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ച സ്ഥലങ്ങൾ കാണുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങൾക്കായിതാ ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഒരു സുവർണാവസരം. ബ്ലെസ്സിംഗ് ടുഡേ ഹോളി ലാൻഡ് ടൂർ 2017. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിൽ ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ഒരു ബൈബിൾ പഠനയാത്ര. എല്ലാ സുപ്രധാന സ്ഥലങ്ങളിൽ വച്ചും ബൈബിൾ ക്ലാസുകളും സംഗീതാരാധനയും. ബ്രദർ ഡാമിയനോടും കുടുംബത്തോടുമൊപ്പം വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കുള്ള അവസരം. നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 0484 422 101. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ചെന്നൈ ഡിസംബർ 9 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ബിഷപ്പ് മാണിക്യം ഹാൾ, ആർലീസ് റോഡ്, കിൽപോക്ക്, ചെന്നൈ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ബാംഗ്ലൂർ ഡിസംബർ 10 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സെയിന്റ് പാട്രിക് കമ്മ്യൂണിറ്റി ഹാൾ, 16K ബ്രിഗേഡ് റോഡ്, ബാംഗ്ലൂർ 560025. എല്ലാവർക്കും ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്നും നിരവധി രോഗികൾ സൗഖ്യമാകട്ടെ. റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ വലിയ വിടുതൽ ശരീരങ്ങളിലുണ്ടാകട്ടെ, സന്ധികളിലുണ്ടാകട്ടെ, മസിലുകളിലുണ്ടാകട്ടെ, അസ്ഥികളിലുണ്ടാകട്ടെ. വേദന മാറിപ്പോട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് ആ സൗഖ്യം നടക്കട്ടെ. മെൻ്റൽ ഇൽനെസ് കർത്താവ് സൗഖ്യമാക്കും. മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുകയോ മരുന്ന് കഴിക്കാതിരിക്കുകയോ, പക്ഷേ മാനസിക രോഗത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന പലരെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അവർക്ക് സൗഖ്യം ഉണ്ടാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ലോർഡ്. അതുപോലെ TB ബാധിച്ച പലരെയും കർത്താവ് സൗഖ്യമാക്കും. ക്ഷയരോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. ഇൻറ്റസ്റ്റൈൻ, കുടലിനകത്തുള്ള ചില രോഗങ്ങൾ, ഒരുപക്ഷെ കുടലിൻ്റെ ചില ഹോളുകൾ വീണ്, പഴുപ്പ് വീണ്, അങ്ങനെയൊക്കെ ആയിരിക്കുന്ന ചില അവസ്ഥകൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഒരു വലിയ സൗഖ്യം അവിടെ ഉണ്ടാകട്ടെ. ആമാശയത്തെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ സൗഖ്യമാകട്ടെ.
യൂട്രസിനകത്തുള്ള ഫൈബ്രോയിഡുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. പൈൽസ് രോഗം മാറിപ്പോട്ടെ ഇൻ ജീസസിനെ. 2 കാൽമുട്ടിലും നീര് വന്നിരിക്കുന്ന ചില വ്യക്തികൾ പൂർണ്ണമായ സൗഖ്യം ഇപ്പോൾ ഉണ്ടാകട്ടെ. ആസ്മ രോഗം സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ ചർമ്മരോഗങ്ങൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഈ രോഗങ്ങളെല്ലാം സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം. പ്രത്യേകിച്ച് കുസുമം എന്ന പേരുള്ളൊരു സഹോദരിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്ന 1-2 രോഗങ്ങൾ ഈ സമയത്ത് ഒരേ സമയത്ത് കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതുപോലെ ഒരു കാത് കേൾക്കാൻ കഴിയാത്തൊരു വ്യക്തി, ഒരു കാതിന് കേൾവി ഇല്ല, എന്നിട്ട് കർത്താവ് അത് ഈ സമയത്ത് തുറക്കുകയാണ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. തുറന്നു വരട്ടെ. വലിയ അത്ഭുതങ്ങൾ കർത്താവെ ഓരോ വ്യക്തികൾക്കും വേണ്ടി കർത്താവ് ചെയ്യുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ് ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. കർത്താവെ നീ ആ വിടുതൽ എല്ലാവരിലേക്കും പകർന്നതിനാൽ നന്ദി പറയുന്നു. അനുഗ്രഹിച്ചതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. ഈ സമയത്ത് 2 കൈകൾ ഈ സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിച്ച് നിങ്ങളുടെ വിഷയങ്ങൾ എന്താണോ അത് യേശുവിനോട്, സാമ്പത്തിക വിഷയമാകാം, ദാമ്പത്യ വിഷയമാകാം, എന്തായാലും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഓരോ വ്യക്തികൾക്കുമുള്ള സൗഖ്യം വിടുതൽ കർത്താവ് അങ്ങ് പകരുന്നതിനാൽ നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് നന്ദി പറയുന്നു. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും ഇന്ന് തന്നെ ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് പറയുക. നാളെ മുതൽ കാണാൻ പറയുക. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ, വെബ്സൈറ്റിലൊക്കെ ഈ എപ്പിസോഡുകൾ വാച്ച് ചെയ്യാൻ കഴിയും. ബ്ലെസ്സിങ് ടുഡേ റിസോഴ്സസിൽ നിന്നും പ്രസിദ്ധീകരിക്കപ്പെട്ട എൻ്റെ പ്രാർത്ഥനാ ഡയറി മുതൽ ഏറ്റവും അവസാനം പ്രസിദ്ധീകരിക്കപ്പെട്ട ബ്രേക്കിംഗ് ബാരിയേഴ്സ് വരെയുള്ള നിരവധി പുസ്തകങ്ങൾ അവൈലബിളാണ്. നിങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കും. ഇല്ലെങ്കിൽ ഓഫീസ് ടൈമിൽ ഫോൺ നമ്പറിൽ വിളിക്കുക. കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സീ ടുമോറോ. ബൈ.